നമസ്കാരം. ബോക്സിങ്ങിനെ കുറിച്ച് നമ്മൾ മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ പാർട്ട് 2 വേണമെങ്കിൽ കമൻറ്റ് ഇടണമെന്ന് പറഞ്ഞപ്പോൾ ഒരുപാടധികം പോസിറ്റീവ് റിപ്ലൈസ് ആണ് ലഭിച്ചത്. പ്രത്യേകിച്ച് ഫൈറ്റർ ബോയ്, നിങ്ങളുടെ സപ്പോർട്ടിന് വളരെയധികം നന്ദി. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് നമുക്ക് ബോക്സിംഗ് എന്ന് കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നത് മൈക്ക് ടൈസൺ, മെയ്വെതർ, മുഹമ്മദ് അലി ഇവരെയൊക്കെയാണ്. ബോക്സിങ്ങിനേക്കാൾ ഇന്ന് UFC-ക്കും MMA-ക്കും പ്രചാരം കൂടുതലാണ്. പക്ഷേ ഇതിനൊക്കെയും മുൻപ് 20-ാം നൂറ്റാണ്ടിൻ്റെ പകുതിയിൽ ബോക്സിങ്ങിന് ഒരു സുവർണ കാലഘട്ടമുണ്ടായിരുന്നു. TV-ക്ക് മുന്നിൽ കൂട്ടം കൂടിയിരുന്ന് ആർപ്പുവിളികളോടെ ബോക്സിംഗ് മാച്ചസ് കണ്ടുകൊണ്ടിരുന്ന കാലം. വാക്കുകൾ കൊണ്ട് പറയാൻ കഴിയാത്ത കഥകൾ കൈമുഷ്ടി കൊണ്ട് പറഞ്ഞിരുന്ന കാലം. 1950 മുതൽ 1960 വരെ ബോക്സിങ്ങിൻ്റെ ഗോൾഡൻ ഏജായി കണക്കാക്കപ്പെടുന്നു. ഇന്നത്തെ ലെജൻസുകൾ ജനിച്ചു വീണ സമയം. സുഗർ റേ റോബിൻസൺ, റോക്കി മർസിയാനോ, ഫ്ലോയ്ഡ് പറ്റേൺസൺ, സോണി ലിസ്റ്റൺ തുടങ്ങിയവർ അരങ്ങ് വാണിരുന്ന കാലം. കേവലം ബോക്സിംഗ് റിങ്ങിലെ ഫൈറ്റേഴ്സ് എന്നതിലുപരി അവരന്നത്തെ ഐക്കൺസ് ആയിരുന്നു. 1950കളിലാണ് TV ഒരു വീട്ടുപകരണമായി മാറുന്നത്. ബോക്സിങ്ങിൻ്റെ പ്രചാരത്തിന് ഇത് വളരെ ഉപകാരപ്രദമായി. ദശലക്ഷക്കണക്കിന് ആളുകൾ ലൈവ് ബോക്സിംഗ് മാച്ചസ് TV-യിൽ കാണാനായി കാത്തിരുന്നു. ജാബുകളും അപ്പർ കട്ടുകളും ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV-യിൽ വർണ്ണ പ്രപഞ്ചം തീർത്തു. TV ഫൈറ്റേഴ്സിനെ നാഷണൽ സെലിബ്രിറ്റികളായി വളർത്തി. അതിൽ തന്നെ ആദ്യത്തെ ഗ്ലോബൽ സൂപ്പർ സ്റ്റാറായി മാറിയത് സുഗർ റേ റോബിൻസൺ ആയിരുന്നു. റോക്കി മർസിയാനോ. പോസ്റ്റ് വാർ അമേരിക്കയിലെ ഒരു സിംബലായിരുന്നു റോക്കി മർസിയാനോ. തോൽവി അറിയാത്ത ബോക്സറായി ലോകം അദ്ദേഹത്തെ വാഴ്ത്തി. 49 വിജയങ്ങളും 0 പരാജയങ്ങളുമായിരുന്നു അദ്ദേഹത്തിൻ്റെ റെക്കോർഡ്. ഒരു തോൽവി പോലും അറിയാത്ത റിട്ടയർ ചെയ്ത് ചരിത്രത്തിലാദ്യമായി അയാൾ മാത്രമായിരുന്നു. അദ്ദേഹം ബോക്സിംഗ് റിങ്ങിന് പുറത്തും നല്ലൊരു മനുഷ്യനായിരുന്നു. ആരാധകർ അദ്ദേഹത്തെ ഒരു ഫൈറ്ററായി മാത്രമല്ല ഒരു വ്യക്തി എന്ന നിലയിലും ആരാധിച്ചു. 1960കളിൽ മറ്റൊരു ഭൂചലനം ബോക്സിംഗ് റിങ്ങുകളിലുണ്ടായി. കാസിയസ് ക്ലേ എന്നു പേരുള്ള പയ്യൻ 1960ൽ ഒളിമ്പിക്സിൽ ഗോൾഡ് മെഡൽ നേടി. അവൻ ആ വിജയത്തിൽ നൃത്തം ചെയ്തു. ആരാധകരുടെ കണ്ണുകൾ മെല്ലെ ആ പയ്യൻ്റെ നേരെ തിരിഞ്ഞു. അവർക്ക് അയാളെ അറിയാമായിരുന്നില്ല. വർഷങ്ങൾക്ക് ശേഷം മുഹമ്മദ് അലി എന്ന പേരിൽ ലോക പ്രശസ്തനാകുമെന്ന് കരുതി കൂടിയില്ല. അതെ, മുഹമ്മദ് അലി എന്ന പേരിൽ ലോകത്തെ ഏറ്റവും ആരാധകരും പ്രശസ്തിയുമുള്ള ബോക്സറായി പിന്നീട് മാറിയത് ആ ചെറുപ്പക്കാരനായിരുന്നു. അതൊരു തുടക്കമായിരുന്നു. അലി വളർന്നു വരുന്ന സമയത്ത് ഹെവി വെയ്റ്റ് ഡിവിഷൻ ഭരിച്ചിരുന്നത് ഫ്ലോയ്ഡ് പറ്റേൺസൺ ആയിരുന്നു. ഹെവി വെയ്റ്റ് ടൈറ്റിൽ നഷ്ടപ്പെട്ട ശേഷം അത് വീണ്ടും തിരിച്ചു പിടിച്ച ആദ്യത്തെ വ്യക്തി ഫ്ലോയ്ഡ് പറ്റേൺസൺ ആയിരുന്നു. അത് കഴിഞ്ഞാണ് സോണി ലിസ്റ്റൺ വരുന്നത്. ഒരു ആജാനബാഹുവായ മനുഷ്യൻ. ബലിഷ്ഠമായ കൈകളിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ശക്തി. ഇതാണ് പ്യോർ ബോക്സിങ്ങിൻ്റെ ഗോൾഡൻ ഏജ്. മനോദാർഢ്യത്തിൻ്റെയും ഗ്ലോറിയുടെയും മഹിമയുടെയും സമയം. കഥ ഇവിടെ തീരുന്നില്ല. അടുത്ത എപ്പിസോഡിൽ മുഹമ്മദ് അലിയുടെ എറയെക്കുറിച്ച് കൂടുതൽ അറിയാം. ചരിത്രത്തെയും ലോകത്തെയും കായിക സംസ്കാരത്തെയും മാറ്റിമറിച്ച മുഹമ്മദ് അലി. നിങ്ങൾ മാർഷൽ ആർട്ടിനെയും ബോക്സിങ്ങിനെയും സ്നേഹിക്കുന്നവരാണോ? ഇത്തരത്തിൽ കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യൂ. പാർട്ട് 3 പ്രതീക്ഷിക്കുന്നുവെങ്കിൽ മുഹമ്മദ് അലി എന്ന് കമൻറ്റ് ചെയ്യൂ. വീഡിയോ കണ്ടതിന് നന്ദി.